ഗുരുവായൂർ ചാമുണ്ടേശ്വരി റോഡ് പരിസരത്ത് തെരുവുനായ ശല്യം രൂക്ഷമായതോടെ നാട്ടുകാർ ദുരിതത്തിൽ. 30ഓളം തെരുവുനായ്ക്കളാണ് പ്രദേശത്ത് കൂട്ടമായി വിഹരിക്കുന്നത്. പുലർച്ചെ ക്ഷേത്ര ദർശനത്തിന് പോകുന്നവരും സ്കൂൾ കുട്ടികളുമടക്കം വലിയൊരു വിഭാഗം ജനങ്ങൾ ഭീതിയിലാണ്. കോടതി വിധി നിലനിൽക്കുന്നുണ്ടെങ്കിലും ഇത് ലംഘിച്ച് പ്രദേശവാസികളായ 2 വ്യക്തികൾ സ്ഥിരമായി തെരുവുനായകൾക്ക് ഭക്ഷണം നൽകുന്നത് ശല്യം വർദ്ധിക്കാൻ കാരണമാകുന്നതായി നാട്ടുകാർ ആരോപിക്കുന്നു. ഭക്ഷണത്തിനായി നായ്ക്കൾ കൂട്ടമായി തമ്പടിക്കുന്നത് കാൽനട ഇരുചക്രവാഹന യാത്രികർക്കും വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത്. ഏറെ നാളായി തുടരുന്ന ഈ പ്രശ്നത്തിൽ അടിയന്തര പരിഹാരം ആവശ്യപ്പെട്ട് നാട്ടുകാർ നഗരസഭയിൽ പരാതി നൽകിയിട്ടുണ്ട്. എന്നാൽ നടപടികൾ ഒന്നുമായില്ല. ചാമുണ്ടേശ്വരി അമ്പലത്തിന്റെ അവിടെ നിന്ന് ഗുരുവായൂർക്ക് പോകുന്നത് ശ്രീകൃഷ്ണ സ്കൂളിലേക്ക് കുട്ടികൾ പോകുന്ന റോഡുമാണ്. അതിൽ തെരുവുനായ്ക്കളുടെ ശല്യം വളരെയധികം കൂടുതലായിട്ടാണ് ഇപ്പോൾ കാണുന്നത്. അതിന് കാരണം ഞങ്ങൾ മനസ്സിലാക്കുന്നത്, തെരുവുനായ്ക്കൾക്ക് ഭക്ഷണം കൊടുക്കരുതെന്നുള്ള വിധി ഉള്ളപ്പോൾ തന്നെ 1-2 പേര് സ്ഥിരമായിട്ട് ഈ തെരുവുനായ്ക്കൾക്ക് ഭക്ഷണം കൊടുക്കുക. അതുകൊണ്ട് അവരവിടെ ക്യാമ്പ് ചെയ്യാണ്. നായ്ക്കള് എല്ലാ വഴി എത്രയോ വൃദ്ധരായ സ്ത്രീകള് അമ്പലത്തിലേക്ക് പോകുമ്പോഴും പിന്നെ കുട്ടികൾ പോകുമ്പോഴും അവരെ ആക്രമിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ഈ തെരുവ് നായ്ക്കളുടെ ശല്യം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ ഞങ്ങളൊരു 13 വീട്ടുകാർ ഗുരുവായൂർ മുനിസിപ്പാലിറ്റിയിൽ ഇന്നലെ പരാതി കൊടുത്തിട്ടുണ്ട്. അതിനൊരു നടപടി ഉണ്ടാവണം. ഈ തെരുവ് നായ്ക്കളുടെ ശല്യം ഇവിടുന്ന് ഒഴിവാക്കണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ദിവസേന 100 കണക്കിന് ഭക്തർ എത്തുന്ന ഗുരുവായൂരിലെ പ്രധാന പാതകളിലൊന്നായ ചാമുണ്ടേശ്വരി റോഡിലെ തെരുവുനായ ശല്യത്തിന് അടിയന്തര നടപടി സ്വീകരിച്ചില്ലെങ്കിൽ പ്രതിഷേധ പരിപാടികളുമായി മുന്നോട്ടു പോകുമെന്ന് നാട്ടുകാർ പറഞ്ഞു. TCV ഗുരുവായൂർ.